DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെയാണ് സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടിംഗ് സമയം. വോട്ടിംഗ് സമയം തീരുന്ന വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. പുതുതായി ആരെയും പ്രവേശിപ്പിക്കില്ല. പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കയ്യിൽ കരുതണം, എന്തൊക്കെ സാധനങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് എന്നിവ വോട്ടർമാർ അറിയേണ്ടതുണ്ട്. തിരിച്ചറിയൽ കാർഡും സ്ലിപ്പും ഒപ്പം കരുതാൻ വോട്ടർമാർ മറക്കരുത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച തിരിച്ചറിയൽ കാർഡാണ് വോട്ടർമാർ കയ്യിൽ കരുതേണ്ടത്. എന്നാൽ ഇത് കൈവശമില്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച മറ്റ് 11 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ സമ്മതിദാനാവകാശത്തിന് വിനിയോഗിക്കാം. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ കമ്പനി എന്നിവയിലെ ജീവനക്കാർക്കും നൽകുന്ന ഫോട്ടോ പതിച്ച ID കാർഡ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, MNREGA തൊഴിൽ കാർഡ് അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്, തൊഴിലുറപ്പ് മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, ആധാർ കാർഡ് എന്നിങ്ങനെയാണിവ. തിരിച്ചറിയൽ കാർഡുകളുടെ ഡിജിറ്റൽ കോപ്പികൾ അനുവദിക്കുന്നതല്ല. വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തുകളിൽ ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും മുൻഗണനയുണ്ട്. ബൂത്തുകളിൽ റാമ്പുകളും വീൽചെയറുകളും സജ്ജീകരിക്കും. കാഴ്ചാ പരിമിതിയുള്ളവർക്കായി ബ്രെയിൽ ലിപി സൗകര്യമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, സഹായത്തിനായി പ്രത്യേക വോളണ്ടിയർമാർ, ആവശ്യമായിടങ്ങളിൽ ആംഗ്യഭാഷാ സഹായം എന്നിവയും ലഭ്യമാക്കും. പോളിംഗ് ബൂത്തിലെത്തിയാൽ സമ്മതിദായകർ ക്യൂ പാലിക്കണം. സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രമമനുസരിച്ച് വോട്ടർമാരെ കടത്തിവിടും. വോട്ടറുടെ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പിലെ ക്രമനമ്പറും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കും. തുടർന്ന് ക്രമനമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയും. ഈ സമയം പോളിംഗ് ഏജന്റുമാർ അവരുടെ പക്കലുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ വോട്ടറാണെന്ന് ഉറപ്പുവരുത്തും. തുടർന്ന് വോട്ടർ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തുമ്പോൾ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നു. തുടർന്ന് വോട്ടറെ കൊണ്ട് രജിസ്റ്ററിൽ ഒപ്പുവയ്പ്പിക്കുകയോ വിരലടയാളം രേഖപ്പെടുത്തുകയോ ചെയ്യും. തുടർന്ന് വോട്ടർ സ്ലിപ്പ് നൽകും. കൈവിരലിലെ മഷി പരിശോധിച്ച ശേഷം ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. ഇതോടെ കൺട്രോൾ യൂണിറ്റിലെ ബിസി എന്ന് രേഖപ്പെടുത്തിയ ലൈറ്റ് ചുവപ്പ് നിറമാകും. ഈ സമയം ബാലറ്റ് യൂണിറ്റിലെ റെഡി എന്നെഴുതിയിരിക്കുന്ന ഭാഗത്തെ ലൈറ്റ് പച്ച നിറത്തിൽ പ്രകാശിക്കും. വോട്ടർ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോയും ചിഹ്നവും രേഖപ്പെടുത്തിയിരിക്കുന്നതിന് നേരെയുള്ള നീല ബട്ടൺ അമർത്തുന്നു. ഇതോടെ റെഡി ലൈറ്റ് അണയും. സ്ഥാനാർത്ഥിയുടെ പേരിന് സമീപത്തെ നീല ബട്ടൺ അരികിലുള്ള ലൈറ്റ് ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കും. വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും സീരിയൽ നമ്പറും രേഖപ്പെടുത്തിയ പ്രിന്റ് വിവിപാറ്റ് യന്ത്രത്തിൽ നിന്ന് പുറത്തു വരികയും 7 സെക്കൻഡ് സമയം വിൻഡോയിലൂടെ ദൃശ്യമാവുകയും ചെയ്യും. ഈ സമയം കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ബീപ് ശബ്ദം കേൾക്കുന്നതോടെ വോട്ട് രേഖപ്പെടുത്തിയതായി അറിയാൻ കഴിയും. വോട്ടർമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വോട്ടർ ID കാർഡ് അഥവാ എപ്പിക് കൈവശമുണ്ടെങ്കിലും നിയമസഭാ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാനാകൂ. voters.eci.gov.in എന്ന വെബ്സൈറ്റ് നോക്കി പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കാവുന്നതാണ്. ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ വോളണ്ടിയർമാർക്കാണ് ഫോണുകൾ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല. മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കുന്ന സംവിധാനത്തിന് മേൽനോട്ട ചുമതല BLOമാർക്കായിരിക്കും. ടോക്കൺ സംവിധാനത്തിലൂടെ ആയിരിക്കും മൊബൈൽ ഫോൺ സൂക്ഷിക്കുക. വോട്ട് ചെയ്ത ശേഷം ടോക്കൺ തിരികെ നൽകി മൊബൈൽ ഫോൺ കൈപ്പറ്റാം. പോളിംഗ് ബൂത്തിന്റെ 100 മീറ്റർ പരിധിക്ക് മുൻപായി ഫോൺ സ്വിച്ച് ഓഫ് ആക്കണം. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ഗർഭിണികൾക്കും സേവനം നൽകാൻ വോളണ്ടിയർമാർ ഉണ്ടാകും. എല്ലാവരും തന്നെ ഉറപ്പായും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.